അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റ് അംബിയാ മുർസലീങ്ങളിൽ നിന്നെല്ലാം വ്യതിരിക്തനാകുന്നത് എന്തുകൊണ്ടാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹ് തെരഞ്ഞെടുത്തു എന്നതങ്ങ് മാറ്റിവെച്ചാൽ ഈ ലോകത്ത് അല്ലാഹു ജല്ല ജലാലുഹു ആ റബ്ബിനെ കണ്ടുവന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ثاب ثابت الذرى من الثراء إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال. കഴിഞ്ഞതല്ലേ ഉള്ളൂ 27 റജബ് 27 രാത്രി കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ഒന്നാമത്തെ ആകാശവും കഴിഞ്ഞ് 7 ആകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്തു സിദ്റത്തുൽ മുന്തഹയും കടന്ന് കൂടെ ഗൈഡായി വന്ന സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ ലഇൻദനൗതു ഖദ്റഉൻ മുലതിൽ ഹതറഖതു, ഇനി ഒരൽപ്പം ഞാൻ മുന്നോട്ട് വന്നാൽ ഞാൻ കരിഞ്ഞ് ഭസ്മമായി പോകും നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശുർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഒറ്റയ്ക്ക് പോകണേ നബിയേ, ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വഹീന്റെ സ്വാഹിബാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അമ്പിയാക്കളുടെ തോഴനാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ വർക്ക് ചെയ്ത ആളാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകതകൾ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാമിന്റെ പ്രത്യേകതയാണ്. ആ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇനി എനിക്ക് വന്നൂടെ നബിയെ, വന്നാൽ ഞാൻ കരിഞ്ഞു പോകും. അതിന്റെ അപ്പുറം ഒറ്റക്ക് പോകാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല നിശ്ചയിച്ച സ്ഥലത്തേക്ക് അടുത്തു വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അമ്പും വില്ലും അടുക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ അടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സമാഗമം കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണുക എന്നത് മോമിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് ഇന്ന് സദസ്സ് കൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ റബ്ബിന്റെ ലിഖാ നമുക്ക് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന സംവിധാനത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശഹ്റു റമളാൻ.